ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. ഇപ്പോൾ RRBയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എക്സാമാണ് RRB NTPC, അതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി. അപ്പം പലർക്കും ഒരു കൺഫ്യൂഷൻ, പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ RRB എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഗ്രൂപ്പ് ഡി ആണോ NTPC ആണോ ആദ്യം എഴുതേണ്ടത്, ഏതാണ് ഫസ്റ്റ് ചൂസ് ചെയ്ത് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഇടയിലുണ്ട്. ഗ്രൂപ്പ് ഡി ആണോ ബെറ്റർ, RRB ആണോ NTPC ആണോ ബെറ്റർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഇന്ന് നമുക്ക് ഏതാണ് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. RRB ഗ്രൂപ്പ് ഡി ആണോ RRB NTPC ആണോ, ഒരു ബിഗിനർ ആദ്യം ചൂസ് ചെയ്യേണ്ടത് ഏതാണ്, അതുപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നെല്ലാം നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, അപ്പം എല്ലാവർക്കും പൊതുവെ ഈ ഒരു ഗ്രൂപ്പ് ഡി വേണോ NTPC വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാനുള്ള മെയിൻ റീസൺ രണ്ടും റെയിൽവേയുടെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് എക്സാംസ് ആണ്, ഗ്രൂപ്പ് ഡി അതുപോലെ NTPC. രണ്ടും RRB തന്നെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസ് ആണ്. പിന്നെ ബിഗിനേഴ്സ് ഓഫൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഏത് എക്സാം ആണ് ഈസി ആയിട്ടുള്ളത്, ഗ്രൂപ്പ് ഡി ആണോ NTPC ആണോ ഈസി, ആൻഡ് ഏതാണ് ബെറ്റർ ജോബ് തരുന്നത്, ബെറ്റർ ജോബ് ഏത് എക്സാം ആണ്, ഏത് എക്സാം ക്ലിയർ ചെയ്യുമ്പോഴാണ് ബെറ്റർ ജോബിലേക്ക് എത്താൻ പറ്റുക, അതുപോലെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാണ് മെയിൻലി എല്ലാവരും ചോദിക്കുന്നത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ആ സ്റ്റാർട്ടിങ് എന്താന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് പഠിച്ചു പോകും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാന്നുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ RRB ഗ്രൂപ്പ് ഡി നോക്കാം. ഗ്രൂപ്പ് ഡി നോക്കുമ്പോൾ ഗ്രൂപ്പ് ഡിക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ SSLC ആണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതില് ട്രാക്ക് മെയിൻറ്റെയിനർ, അതുപോലെ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ, ഹെൽപ്പർ, പോർട്ടർ, ഇങ്ങനെ ഉള്ള പോസ്റ്റുകളാണ് ഈ ഒരു RRB. ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഉണ്ട്, ഞാനിവിടെ ജസ്റ്റ് കുറച്ച് മാത്രം കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വരുന്ന ഒരു എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി എക്സാം. പിന്നെ ഇതിൽ കൂടുതൽ ഫീൽഡ് വർക്ക്, അതുപോലെ ഫിസിക്കൽ എഫേർട്ട് കുറച്ചും കൂടെ കൊടുക്കേണ്ട കൈൻഡ് ഓഫ് പോസ്റ്റുകളായിരിക്കും ഈ ഒരു RRB ഗ്രൂപ്പ് ഡിയിൽ വരുന്ന പോസ്റ്റുകൾ. പിന്നെ എന്താണ് ടെക്നിക്കൽ മെയിൻ്റനൻസ് ഡ്യൂട്ടീസ് ഒക്കെ വരുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം ഗ്രൂപ്പ് ഡിയിൽ വരുന്ന പോസ്റ്റുകളിലാണ്. അതുപോലെ ലെവൽ ഓഫ് എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ബിഗിനേഴ്സിന് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി. സോ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി. ദെൻ നമുക്ക് അപ്പൊ RRB ഗ്രൂപ്പ് ഡി നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു ലെവൽ ഓഫ് എക്സാം എന്ന് പറയുന്നത് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഗ്രൂപ്പ് ഡിക്ക് ഉണ്ടാവുക. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും, ഈസിലി ജോബിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. ഈസിലി ജോബിലേക്ക് എത്താം, ബട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോയാൽ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എന്താണ്, ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് RRB NTPC എക്സാം എന്താന്ന് നോക്കാം. RRB NTPCയിലേക്ക് വരുമ്പോൾ അതിൽ വരുന്ന പോസ്റ്റ് ക്ലർക്ക്, ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്ന ഒരു എക്സാം ആണ് RRB NTPC. അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരു റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോബാണ് അല്ലെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പോസ്റ്റുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഈ ഒരു RRB NTPCയിലാണ്. പിന്നെ നേച്ചർ ഓഫ് ജോബ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ഓഫീസ് വർക്കാണ് വരുന്നത്. ഗ്രൂപ്പ് ഡി നമ്മൾ നോക്കിയപ്പം കുറച്ചും കൂടെ ഫീൽഡ് വർക്ക്, ഫിസിക്കൽ എഫേർട്ട്, ഫിസിക്കൽ ഇൻപുട്ട് കൊടുക്കേണ്ട വർക്കുകളൊക്കെ ആയിരുന്നു ഗ്രൂപ്പ് ഡിയിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ NTPCയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സൂപ്പർവൈസറി വർക്ക്, ഓഫീസ് വർക്കൊക്കെയാണ് NTPCയിൽ ഉള്ളത്. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ബേസിക്സ് ഉണ്ടാവണം, നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം, ആൻഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ഇപ്പം ഗ്രൂപ്പ് ഡി ആയാലും NTPC ആയാലും വേറെ ഏതൊരു എക്സാം ആയാലും ആ ഒരു പ്രാക്ടീസ് മുടങ്ങാതെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഒരു ബേസിക്സ് സ്ട്രോങ് ആവണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഇനി എലിജിബിലിറ്റി കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു 10th പാസ്സാണ്. NTPCയിലേക്ക് വരുമ്പോൾ 2 എക്സാംസ് NTPC നടത്തുന്നുണ്ട്, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഗ്രാജുവേറ്റ് ലെവലും, അങ്ങനെ 2 ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പൊ 12th പാസ്സായുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം, ഗ്രാജുവേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു എക്സാം, അങ്ങനെ 2 രീതിയിലാണ് എക്സാം നടത്തുക. പിന്നെ ഏജ് ലിമിറ്റ് 18 to 33
അത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ആ ഏജ് മനസ്സിലാവും. ഗ്രൂപ്പ് ഡി എന്തായാലും നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഒരു 33 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത്. NTPCയിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഡിഫറൻസ് ഉണ്ടാവും. അത് ഓരോരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചേഞ്ച് ആവും. പിന്നെ ആ കോവിഡിന്റെ ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വരുന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫിസിക്കൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിയില് ഫിസിക്കൽ ടെസ്റ്റ് എല്ലാവർക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് ഡിയില്. പക്ഷെ NTPCയിൽ അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. അതിന് പകരമായിട്ട് നമുക്ക് CBAT എന്ന് പറയുന്ന എക്സാം ഒക്കെ ചില പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ഡിയിൽ മാത്രമാണ്, NTPCയിൽ ഇല്ല. നിങ്ങളൊരു ബിഗിനർ ആണ്, 10th പാസ്സായിട്ടുള്ളൂ, 10th പാസ്സാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി. ഓക്കെ. പിന്നെ ഇതിന്റെ സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും വരുന്ന കോമൺ സബ്ജക്ട്സ് ആണ് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ കോമൺ ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് വരുമ്പോൾ എന്താണ്, നമ്മൾ അത് പഠിക്കുമ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് 2 എക്സാമിനും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ രണ്ടിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയില് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗ്രൂപ്പ് ഡിയിൽ ഉണ്ടാവുക. NTPCയിൽ കുറച്ചും കൂടെ കൺസെപ്ച്വൽ ടൈപ്പ്, അതുപോലെ ടൈം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും NTPCയിൽ വരുന്നത്. സോ NTPC സിലബസ് കുറച്ചും കൂടെ വൈഡ് ആൻഡ് ഡീപ്പർ ആയിട്ടുള്ള സിലബസ് ആണ് NTPCക്ക് വരുന്നത്. അതായത് ജസ്റ്റ് ബേസിക്സ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡീപ്പായിട്ടൊരു നോളജും കൂടെ വേണം NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പം ഗ്രൂപ്പ് ഡിയുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. NTPC ആവുമ്പോൾ കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ NTPC ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ചും കൂടെ വൈഡ് ആൻഡ് ഡീപ്പർ ആയിട്ട് നമ്മൾ ഒരു നോളജ് ഉണ്ടാവണം. സോ ദാറ്റ് നമുക്ക് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലുള്ള ഒരു എക്സാം ആണ് NTPC എന്ന് പറയാൻ പറ്റും. ബിഗിനേഴ്സിന് നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ടൈം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുവാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് ആദ്യം എഴുതാം. ഗ്രൂപ്പ് ഡി ഒരു കോൺഫിഡൻസ് ബിൽഡർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എക്സാം. ദെൻ അതിനുശേഷം NTPC നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് ആൻഡ് ആക്യുറസി ഉണ്ടാവണം. ഗ്രൂപ്പ് ഡിക്കും വേണം കേട്ടോ. ഗ്രൂപ്പ് ഡിക്കും നല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര സിമ്പിൾ ആണ് എന്നല്ല, കോമ്പറ്റീഷൻ നല്ല പോലെ ഉണ്ട്, നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയാണ്. പക്ഷെ ഈ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. NTPC ആകുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് ആൻഡ് ആക്യുറസി ആവശ്യമായിട്ടുണ്ട്. പിന്നെ സാലറി ആൻഡ് കരിയർ ഗ്രോത്ത് നോക്കുമ്പോൾ, സാലറി വൈസ് നോക്കുമ്പോൾ ഗ്രൂപ്പ് ഡിയുടെ 18,000 to 22,000 എന്ന് പറഞ്ഞിട്ടില്ലേ, പക്ഷെ ഇപ്പോഴത്തെ സാലറി നിങ്ങൾ ഇത് നോക്കരുത്, ഇത് ജസ്റ്റ് ബേസിക് സാലറി മാത്രമാണ്. ഇപ്പൊ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ഇപ്പോഴത്തെ റിവൈസ്ഡ് സാലറി സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ഡി പോസ്റ്റിന് ഏകദേശം ഒരു 40,000 ഒക്കെ അടുപ്പിച്ച് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്, ഗ്രോസ് സാലറി. സോ ഇത് ജസ്റ്റ് ഒരു ബേസിക് മാത്രമാണ്. ഇതിലും എത്രയോ ഗ്രൂപ്പ് ഡിക്ക് 40,000 എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ NTPCക്ക് അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ബേസിക് സാലറി 25,000 to 35,000 ആണ് NTPCക്ക്. ഗ്രോസ് സാലറി എന്തായാലും നല്ല രീതിയിൽ സാലറി എന്താണ് ഗ്രൂപ്പ് ഡിനേക്കാളും ഡെഫിനറ്റ്ലി എന്താണ് കൂടുതലായിരിക്കും NTPCയിൽ. ഓക്കെ. നെക്സ്റ്റ് പിന്നെ പ്രൊമോഷൻ കിട്ടാൻ കുറച്ചും കൂടെ ബെറ്റർ NTPCക്കാണ് കേട്ടോ. ഗ്രൂപ്പ് ഡിനേക്കാളും പ്രൊമോഷൻ കിട്ടുന്നത് NTPC എക്സാമിനാണ്. അതുപോലെ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോഴും കുറച്ചും കൂടെ നല്ലത് NTPC ആണ്. ഒരു സ്റ്റാറ്റസ് വൈസ് കരിയറിന്റെ പ്രൊമോഷൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഉള്ളത് NTPCക്കാണ്. പിന്നെ ജോബ് സെക്യൂരിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത് ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് ഡി NTPC നോക്കുമ്പോൾ ജോബ് സെക്യൂരിറ്റി കുറച്ചും കൂടി രണ്ടും ഉണ്ട്, എന്നാലും ഗ്രൂപ്പ് ഡിക്കാണ് കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കുന്നത്. പിന്നെ വിച്ച് വൺ ഷുഡ് യു ചൂസ്, നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഗ്രൂപ്പ് ഡി ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി ചൂസ് ചെയ്യണം എപ്പോഴൊക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാണ്, നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എക്സാം, അത് ഗ്രൂപ്പ് ഡി ആണെങ്കിൽ നല്ലതാണ്. സോ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ചൂസ് ചെയ്യാം. പിന്നെ മാത്സിലും ഇത് വീക്ക് ഇൻ മാത്സ് റീസണിംഗ് എന്ന് ഉദ്ദേശിച്ചത് തീരെ വീക്കായിട്ടുള്ളവരെന്നല്ല, രണ്ടിലും മാത്സും റീസണിങ്ങും 2 എക്സാമിനും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം NTPCക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിലായിട്ടായിരിക്കും ചോദിക്കുക, കുറച്ചും കൂടെ കാൽക്കുലേറ്റീവ് ആയിട്ടായിരിക്കും NTPC എക്സാമിന് വരിക.
അപ്പോൾ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC എക്സാം ചൂസ് ചെയ്യാം. പക്ഷെ ഇനി അതല്ല, മാത്സും റീസണിങ്ങും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരുപാട് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളത് വന്നാൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളവർക്ക്, തീരെ പറ്റാത്തവരുണ്ടല്ലോ, എത്ര ട്രൈ ചെയ്തിട്ടും പറ്റാത്തവർക്ക്, ചിലർക്ക് പഠിച്ചെടുക്കാൻ മടിയുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരെ അല്ല ഉദ്ദേശിച്ചത്, തീരെ പഠിച്ചെടുക്കാൻ പറ്റാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം ചൂസ് ചെയ്യാൻ. കാരണം അത്രയും കാൽക്കുലേറ്റീവ് ആയിട്ട് ഗ്രൂപ്പ് ഡിയിൽ ചോദിക്കില്ല. പിന്നെ ഗവൺമെന്റ് ജോബ് വേണം, നേരത്തെ വേണം എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് ഡി എക്സാം ചൂസ് ചെയ്യാം. പിന്നെ NTPC ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. കുറെ നാളത്തേക്ക് നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ചിലരൊക്കെ ഒരു 1-2 മാസമൊക്കെ പഠിച്ച് ജോലിയിലേക്ക് കയറുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയുള്ളവർ കുറവാണല്ലോ ശരിക്കും. അതല്ലാതെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് സമയം എന്തായാലും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ കുറച്ചും കൂടെ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബ് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് NTPC എക്സാം ചൂസ് ചെയ്യാം. സോ ദാറ്റ് ഡിപ്പെൻഡ്സ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഡി എന്താണ്, RRB NTPC എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക, അതിനുശേഷം ചൂസ് ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് 2 എക്സാമും എഴുതാട്ടോ. കോമൺ ആയിട്ട് പഠിക്കാം, ഡിഫറൻസ് ഉണ്ട്, എന്നാലും കുറച്ച് കോമൺ സബ്ജക്ട്സ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കോമൺ സബ്ജക്ട്സ് ഉണ്ടല്ലോ. സോ കോമൺ ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡി എഴുതാം, NTPC എഴുതാം. ദെൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ അഡ്വൈസ്, ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നിങ്ങളുടെ ഓരോരോ ടോപ്പിക്കിൽ, ഓരോ സബ്ജക്ട് വൈസ് ഓരോരോ ടോപ്പിക്കിലുമുള്ള നോളജ് കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് എന്താ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആവും നിങ്ങൾ. അപ്പോൾ എക്സാംസ് വരുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷനോ പേടിയോ ഒന്നും കാണില്ല. കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഗ്രൂപ്പ് ഡി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ സബ്ജക്ട് നോളജ് ടോപ്പിക് വൈസ് ഓരോന്നും ഡീപ്പായിട്ട് പഠിച്ച് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NTPCയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ 1 പ്രിപ്പറേഷൻ 2 എക്സാംസ് പോസിബിൾ എന്നുള്ളതാ. കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയും NTPCയും ഒരുപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്